السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അതായത് നിർബന്ധ കൽപ്പനകളിൽ ഒക്കെ തന്നെ പൂർണ്ണമായും ജീവിതത്തിൽ പാഠമാക്കി വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടുന്നുകൊണ്ട് സുന്നത കർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്ത് കൊണ്ടുവന്ന് തത്വമുള്ളവരായി ജീവിച്ച് മരിച്ച് നരകാകിലിന് അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക, അത് തഫ്സീർ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിക്കുക. അത് പതിവായി നാം സുബ്ഹി നമസ്കാരത്തിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്നും നാം എന്ത് ചെയ്യുന്നത്, ആ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹബ്ബുൽ അമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻഖല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താവുന്നു, പതിവായി നാം ചെയ്യുന്നവരെന്ന് കുറച്ചെങ്കിലും ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞ് പറയാനുള്ളത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഇഖ്റ ബിസ്മി അല്ലെ അലഖിൻ്റെ 5 വചനങ്ങളാണ്. അത് എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് അപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ യതഖന്ന ഫലൈസ മിന്ന. മറ്റേ സ്വരൂപത്തിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീട്ടിമണിച്ച് ഉന്നത്തോടുകൂടി നീട്ടിമണിച്ച് ഓതാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. എൻ്റെ ഗൗരവം മനസ്സിലാക്കുക. കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നീട്ടിമണിച്ച് ഭംഗിയോട് കൂടിയിട്ട് ഓതണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് വായിച്ച് പഠിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം കൂടി പഠിക്കണം. അറബികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവരുടെ ഭാഷയിലായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ആദ്യമായി പാരായണം ചെയ്തു. പിന്നീട് എന്ത് ചെയ്യണം, ഇനി നമ്മൾ അതിൻ്റെ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ വായിക്കുക. ബിസ്മി നാമത്തിൽ, റബ്ബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംരക്ഷിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ആര്? അള്ളാഹു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മരിപ്പിച്ചു കളയും. മരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പരലോകത്തെ അള്ളാഹു തആല ഉയർത്തി എഴുന്നേൽപ്പിക്കും. മനസ്സിലാണ്ട? പിന്നീട് അവിടെ നമ്മളെ കർമ്മങ്ങളനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും പ്രാർത്ഥനകളും പാപമോചനം തേട്ടങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന് മാത്രമാക്കുക. എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രമാക്കുക. അങ്ങനെ ആരാധിക്കുക. ചോർക്ക് ശിർക്ക് ചെയ്യാതെ ഈ ആരാധനയിൽപ്പെട്ട നേർച്ചകളോ അതേപോലെ തന്നെ പ്രാർത്ഥനകളോ വൈബിയെ സഹായപ്പെടുത്തണം. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുള്ള സഹായപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറയില്ല. വൈബിയായിട്ട് ഉള്ള സഹായപ്പെടുത്തണം. അള്ളാഹു രക്ഷിക്കണേ. അള്ളാഹു നമ്മൾ കാണുന്നില്ല, അള്ളാഹ് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് ഇഹലോകത്ത് വെച്ചിട്ട് രക്ഷ നൽകും, അല്ലെങ്കിൽ പരലോകത്ത് വെച്ചിട്ട് അതിന് പ്രതിഫലം നൽകപ്പെടും. ഇതാണ്. അങ്ങനെ നമ്മൾ വൈബിയായിട്ട് സഹായപ്പെടുത്തന നടത്തുന്നു. അതാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദുആ ഫിൽ ഇബാദ, ദുആ അത് ആരാധനയാവും.
ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനഹീനനായി മറ്റൊരു ഇലാഹും ഇല്ല. എല്ലാ ആരാധനകളും അള്ളാഹുവിന് അർപ്പിക്കാം. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അതാണ് തൗഹീദ്. ആരാധനകൾപ്പെട്ട എന്തെങ്കിലും ഒന്ന്, നേർച്ചകളോ വഴിപാടുകളോ അല്ലെങ്കിൽ പാപമോചനം തേട്ടങ്ങളോ അറിവുകളോ അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിച്ചാൽ എന്തായി? അത് ശിർക്ക് ആയി എന്ന് പറഞ്ഞാൽ ആരാധന അള്ളാഹു ഒഴിയുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ബദികളെ രക്ഷിക്കണേ, മുൻഷികയെ കാക്കണേ എന്നിങ്ങനെ, അല്ലെങ്കിൽ മുത്തുനബിയെ പാപം പുറത്തേണമേ എന്നിങ്ങനെ നമ്മൾ നമ്മളിൽ ആരും പെട്ട ആരെങ്കിലും വിളിച്ച് തേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബലികളെ നേർച്ചയാക്കുക, എന്നിട്ട് ബലികൾ അറക്കുക, ഇത്തരം കാര്യം ചെയ്തു പോയാൽ എന്താവുന്നു? അത് ശിർക്കാവുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക. അള്ളാഹുവിനെ കൊണ്ടായാണ് നാം സത്യം ചെയ്യേണ്ടത്. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക. പിന്നെ മറിഞ്ഞ കാര്യം അറിയാൻ വേണ്ടിയിട്ട് തങ്ങന്മാരെ, ബീവിമാരെ അല്ലെങ്കിൽ ജ്യോത്സ്യമേനൊക്കെ സമീപിക്കുക, എന്ന് അവർ പറഞ്ഞ് വിശ്വസിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഷിർക്കാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാണ് ബിദഅത്തുമാകുന്നു. മുസ്ലിം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാം. അതാണ് എന്ത്? ബിദഅത്ത്. ആ ബിദഅത്തിലൂടെ എന്ത് ചെയ്യുന്നു? അധികമായ ബിദഅത്തുകളിലൂടെയും ഷിർക്കിലെത്തിപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദഅത്ത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുതുബകളിലും സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഇത്തരം കാര്യങ്ങൾ. ഷറൽ ഉമൂർ മുഹ്ദസാത്തുഹാ, മതകാര്യങ്ങളിൽ ഷറായത് അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊന്നും എന്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മരിച്ചവരോട് സഹായം ചെയ്യിക്കാനോ, വഫാത്തായ പ്രവാചകനോട് പാപമോചനം തേടാനോ, ബലികളുടെ പേരിൽ നേർച്ചയാക്കാനോ അറുക്കാനോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാരണത്താൽ എന്താവുന്നു? അത് ഷർറുൽ ഉമൂർ, മതകാര്യം വെച്ച് ഷർറാവുന്നു. ബിദഅത്താകും വലാലത്തും. ബിദഅത്താണ് പുതിയ കാര്യം കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ കടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാ തറക ഷൈഅൻ ഖരീബുൻ ഇലല്ലാഹി തആല ഇല്ലാ വഖദ അമറതും ബിഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പഠിപ്പിക്കാതെ വിട്ടു കളഞ്ഞിട്ടില്ല സുഹൈൽ പറയുന്നുണ്ടായി. എല്ലാ കാര്യങ്ങളും അതിലെന്തില്ല? മരിച്ചവരോട് സഹായം ചെയ്യിക്കാനില്ല, വഫാത്തായ പ്രവാചകനോട് പാപമൊന്നും തേടാനില്ല. അതൊക്കെ അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹുവിനോടായിരിക്കണം പാപമോചനം തേട്ടം. ഇന്ന കാര്യം തെറ്റ്, ഇന്ന് ശരിയെന്ന് പഠിപ്പിക്കുന്ന അള്ളയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നതാണ് അള്ളാഹു കൽപ്പന വിപരീതമാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനോടായിരിക്കണം നാം പാപമോചനം തേടേണ്ടത്. വിശ്വാസികളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു തആല അയച്ച പ്രവാചകനാണ്. പ്രവാചകനോടല്ല പാപമോചനം തേടേണ്ടത്. അള്ളാഹു ആരോട് തന്നെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ പാപവും തേടിയാലും ശരി എന്താവുന്നു? പാപം അടകമാണ്. കാരണം അള്ളാഹല്ല പാപം പൊറുക്കുന്നതിനില്ല. ഖുർആൻ ചോദിച്ചു ഉമ്മ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ആരാണ് പാപം പൊറുക്കുക? വിശ്വാസം പറയുകയുണ്ടായി, എന്ത് ഫൈനഹു ലാ യഗ്ഫിറു ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കുകയില്ല. അപ്പോൾ പാപമോചനം തേട്ടങ്ങൾ അള്ളാഹുവിനോടായിരിക്കും. എന്നാൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, സൃഷ്ടികളുടെ പരമായത് അത് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം വർത്തമാനത്തിലോ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അടിപിടി കൂടിയതോ ഒക്കെ ഇതിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അത് പരസ്പരം നമ്മൾ എന്ത് ചെയ്യും? മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തീർക്കണം. അത് സൃഷ്ടികളുടെ പരമായുള്ള തെറ്റുകുറ്റങ്ങളാണ്. അതെന്ത് ചെയ്യണം? നമ്മൾ പൊരുത്തപ്പെടിക്കണം മരിക്കുന്നതിന് മുമ്പ് തന്നെ. നേരെ മറിച്ച് അള്ളാഹുവിനെ വിരോധിച്ച കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ നമ്മൾ പ്രയോഗിച്ചു എങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്. അത് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ, പാപമോചനം തേട്ടം നബിയോട് ചോദിച്ചാൽ പറ്റില്ല. നബിസ്വല്ലാഹു കാലഘട്ടത്തിൽ നബിസ്വല്ലാഹു പറഞ്ഞനുസരിക്കാതെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്നവരുണ്ടായിരുന്നു. നബിസ്വല്ലാഹു ചീത്ത പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? നബിസ്വല്ലാഹു അടുത്ത് വന്നുകൊണ്ട് ആ തെറ്റുകുറ്റം പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാഹു പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഹയാത്ത് കാലത്ത് സഹാബിമാർ നബിസ്വല്ലാഹുയുടെ അടുത്ത് പോയിട്ട് തെറ്റുകുറ്റങ്ങൾ പറയാമായിരുന്നു. വഫാത്തായതിനു ശേഷം പറയണം എന്ന് നബിസ്വല്ലാഹു പഠിപ്പിച്ചെന്നില്ല. അത് പറയുന്നത് എന്താവുന്നു? അത് ശിർക്കാണ്, ബിദഅത്താണ്, ശിർക്കാണ്. ബിദഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ അമലുകളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല.
ശിർക്ക് ചെയ്താലോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു തആല ശിർക്കോട് കൂടി ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് പാപങ്ങളൊന്നും പുറത്തു കൊടുക്കില്ല. അവൻ്റെ വാസസ്ഥലം നരകാണ്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അത്രയും ഭയങ്കരമായ കാര്യങ്ങളാണ്. വിദേഹത്ത് ചെയ്താൽ വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് ചെയ്താലോ അത് അമലുകളൊന്നും സ്വീകരിക്കില്ല. പല വിദ്യാർത്ഥികളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശിർക്കിൽ എത്തിപ്പെടുന്നുണ്ട്. ശിർക്കിൽ എത്തിപ്പെടാത്ത വിദ്യാർത്ഥികളുണ്ട്. നമസ്കാരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? സമസ്ത പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കരുതുക. പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ഒക്കെ ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥിക്കുന്നു. സാഹിബ് അല്ല മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നത് കരുതുക. എങ്കിൽ അതെന്താവുന്നു? അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നില്ല. മദീന ജീവിതത്തിൽ 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർക്ക് ഇമാമായി നമസ്കരിച്ചു. ഒരൊറ്റ നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അത് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ സാഹിബ് ആമീൻ പറയുന്ന സന്ദർഭം ഉണ്ടായില്ല. സലാം ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സലാം വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിരിക്കും. പുറത്ത് അവിടുന്ന് കുറച്ചപ്പുറം പോയി ഇരുന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കൊറ്റയ്ക്ക് ഇതൊക്കെ ദുആ ചൊല്ലി പ്രാർത്ഥിക്കാറായിരുന്നു. സാഹിബുമാരും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഖുതുബകളൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു, സാഹിബുമാർ ആമീൻ പറയുകയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാം? ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദുആ ചെയ്യുക. അപ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആമീൻ പറയാം. അതും ആരോടായിരിക്കണം? പ്രാർത്ഥനകളൊക്കെ തന്നെ അള്ളാഹുവിനോടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദാണ്. എന്ത്? ആരാധനകളൊക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കുക, പ്രാർത്ഥനകൾ അള്ളാഹുവിന് അർപ്പിക്കുക, അതേപോലെ തന്നെ പാപമോചനങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനായിരിക്കുക, നേർച്ചകൾ അള്ളാഹുവിനായിരിക്കുക, അള്ളാഹുവിൻ്റെ പേരിലേക്ക് സത്യം ചെയ്യൽ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെ കർമ്മമൊക്കെ തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതൊക്കെ തന്നെ അള്ളാഹുവിന് എന്താണ്? ഇതൊക്കെ ആരാധന കർമ്മങ്ങളാണ്. ഇതൊക്കെ അള്ളാഹുവിനെ അർപ്പിക്കുക. ഇന്ന സ്വലാത്തി നുസ്കി മഹ്യായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതം മരണവും ഒക്കെ തന്നെ എൻ്റെ ജീവിതം മരണവും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുകളും ഒക്കെ അള്ളാഹുവിനാവുന്നു എന്നല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കണം. അള്ളാഹുവിനുള്ളവർക്ക് ആയാൽ അതെന്താവുന്നു? അത് ശിർക്ക് വരും. ശിർക്കോട് മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ്. ഖുർആനിൽ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് പഠിപ്പിച്ചെന്ന കാര്യമാണ്. വളരെയധികം സമൂഹങ്ങൾ അള്ളാഹുവിനുള്ളവരെ ആരാധിച്ചു. അവരൊക്കെ എന്ത് ചെയ്തു? അള്ളാഹു നശിപ്പിച്ചു. ആ സന്ദർഭത്തിലൊക്കെ തന്നെ പ്രവാചകന്മാരയച്ചു. കുറച്ച് പേര് പ്രവാചകൻ വിശ്വസിച്ചു. അതിന് പ്രവാചകന്മാരെയും ആ വിശ്വസിച്ചവരെയും അള്ളാഹു എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. നൂഹ് ഇസ്ലാം മുതൽ ഒരുപാട് സമൂഹം ഖുർആനിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനുള്ള ആരാധിച്ച കാരണത്താലാണ് അത് നശിപ്പിക്കപ്പെട്ടത്. അങ്ങ് ചെയ്യരുത്. ഫത്തഖുല്ലാഹ വഅത്വഈനി. ഇത് പറയാനായിരുന്നു പ്രവാചകന്മാർ അള്ളാഹു തആല നിയോഗിച്ച്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക, പ്രവാചകന്മാരെ അനുസരിക്കുക. പ്രവാചകന്മാർ പറഞ്ഞ മാതിരി മാതൃകളായി നമ്മൾ ചെയ്യുക. പ്രവാചകന്മാർ അയച്ചിട്ടുള്ളത് പ്രവാചകന്മാരെ പിൻപറ്റുവാൻ വേണ്ടിയാവുന്നു. അപ്പോൾ പ്രവാചകനെ പിൻപറ്റിയിട്ട് ഏത് സമയത്ത് എപ്പോഴും പണ്ഡിത പുരോഹിതന്മാരെ ഒന്നും നമ്മൾ പിൻപറ്റാൻ പാടില്ല. ഉമ്മ വാപ്പന്മാരെ, പണ്ഡിത പുരോഹിതന്മാരെ അവർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റും. തെറ്റുകുറ്റങ്ങൾ പറ്റാതെ മാതൃകയായി ദീൻ പറ്റാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ച ആളാണ് ആര്? പ്രവാചകന്മാർ. ഏത് കാലത്തും നമുക്ക് എന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ച് അത് വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുക. തെറ്റുകുറ്റങ്ങളൊന്നും വരാത്ത നമുക്ക് മാതൃകയായി അയച്ചു തന്ന പ്രവാചകനാവുന്നു ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ. അതാത് കാലങ്ങളിലുള്ള ജനങ്ങൾക്ക് അതാത് പ്രവാചകന്മാരെ പിൻപറ്റണം. ഇപ്പോൾ ഈസാ നബി ഇസ്ലാം, മൂസാ നബി ഇസ്ലാം ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കും പിൻപറ്റേണ്ടത്. ഇനി അവസാന കാലഘട്ടത്തിൽ ഈസാ നബി ഇസ്ലാം വരും. അപ്പോൾ ഇവിടെ ഭരണം നടത്തുന്നത് ആര്? ഈസാ നബി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം അനുസരിച്ചല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപഠന കർമ്മങ്ങളായിരിക്കും ഇത് നടപ്പിലാക്കുക. കാരണം കഴിഞ്ഞതിനൊക്കെ തന്നെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഓരോ സത്യവിശ്വാസം മിസ്ലാംഫിൽ ജമൽ, കഴിഞ്ഞാണിട്ട ഒട്ടകത്തെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആദ്യമായി അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 5 ആയത്തുകളുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരു ഹദീസും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റഅ റബ്ബുക്കൽ അക്രം. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവാനാവുന്നു. ഇഖ്റഅ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവനാവുന്നു. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അത് സൗകര്യം അല്ലാഹു തആല നമുക്ക് നൽകി. അപ്പോൾ ഏറ്റവും അല്ലാഹു തആല നൽകിയ മറ്റ് ജീവികൾക്കൊന്നും നൽകാത്ത, മനുഷ്യർക്ക് മാത്രം നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് അത്. നമുക്ക് മറന്നു പോകാതിരിക്കാൻ എഴുതി വെക്കുക ഉള്ള കഴിവ് അല്ലാഹു തആല എന്ത് ചെയ്തു, നമുക്ക് ചെയ്ത മഹത്തായ ഒരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാ ഇൽമുകളും ആരാണ് പഠിപ്പിച്ചു തരുന്നത്? അള്ളാഹുവാണ് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവർക്കുമുള്ള ഇൽമുകൾ, എന്തൊക്കെ ഇൽമുകളാണോ ഉള്ളത് അതൊക്കെ പഠിപ്പിച്ചു തന്നുള്ളത് അള്ളാഹുവാകും. എന്തൊക്കെ ഇൽമുകളുണ്ടോ അതൊക്കെ, മരണം ജീവിതം, പരലോക ജീവിതം, സ്വർഗ നരകം, ഇത്ര ഇൽമുകൾ, എന്തൊക്കെയാ ഇൽമുകൾ, അതൊന്നും ഓരോന്ന് നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ അത് തീരൂല. അത്തരം ഇൽമുകൾ ലോകത്തിലെ മനുഷ്യന്മാർക്ക് നല്ല പല ഇൽമുകൾ നൽകിയിട്ടുണ്ട്. ആ ഇൽമുകളൊക്കെ തന്നെ, വിജ്ഞാനങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുള്ളത് ആരാവുന്നു? അള്ളാഹുവാണ്. അത് ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ആദ്യമായി അവതരിപ്പിച്ച സൂറത്താണ്. ഈ സൂറത്തിലെ 5 വചനങ്ങളാണ് ആദ്യമായി അവതരിപ്പിച്ചത്. 5 വചനങ്ങളാണ് നമ്മൾ ചുരുക്കി അതിൻ്റെ ആശയം പറഞ്ഞത്. അതുകൊണ്ട് ആ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഖുർആൻ അവതരിപ്പിക്കുന്നത് തന്നെ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇഖ്റഅ, വായിക്കുക. എങ്ങനെ വായിക്കണം? അർത്ഥം കൊണ്ട് വായിച്ച് പഠിക്കണം. കാരണം അറബികൾക്ക് ഓതി കൽപ്പിച്ച് കഴിഞ്ഞാൽ അർത്ഥം അറിയാമായിരുന്നു. നമുക്കാണ് ഓതി കഴിഞ്ഞാൽ അർത്ഥം അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥം കൊണ്ട് വായിച്ച് പഠിക്കണം. അതാണ് ഇഖ്റഅ, വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ. സാധാരണ വെറുതെ ഇങ്ങനെ ചുണ്ടുകൊണ്ട് നാവുകൊണ്ട് വായിച്ചാൽ മാത്രം പോരാ. അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്, നമുക്ക് നിർദ്ദേശങ്ങളാണ്. കാരണം എന്താണ്? ആ ഖബറിൽ അല്ലാഹു തആല നമ്മൾ ചോദ്യം ചെയ്യും. ഖബറിൽ ചോദ്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഹദീസ് പറയുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇഖ്റഅ, വായിച്ച് പഠിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നു? വായിച്ച് പഠിച്ചോ ഇല്ലയോ എന്ന് ഖബറിൽ ചോദ്യത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഖുർആൻ ഇവിടുന്ന് തന്നെ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. തഫ്സീർ ഹദീസുകളും നമ്മൾ എന്ത് ചെയ്യും? വായിച്ച് പഠിക്കണം. അങ്ങനെ അതനുസരിച്ച് യഥാർത്ഥ വിശ്വാസം പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ആചാരങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് പറയുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും. സുദീർഘമായ ഹദീസാണ്. ഞാൻ വളരെ ചുരുക്കിക്കൊണ്ടാണ് നിങ്ങളോട് ആശയം പറയുന്നത്. അതായത് സത്യവിശ്വാസിയായ ഒരാളുടെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭം മുതൽ ശേഷം ഖബറിൽ വിചാരണ ചെയ്യുന്നവരെയുള്ള, ചോദ്യം ചെയ്യുന്ന വരെയുള്ള വിഷയങ്ങളാണ്. ദീർഘമായ ഹദീസാണ്. അവന് ഹദീസ് പറഞ്ഞുകൊണ്ട്
അർത്ഥം പറയാൻ നിന്നാൽ സമയം വൈകും. അതുകൊണ്ട് ആശയം ചുരുക്കി പറയാണ്. സത്യവിശ്വാസിയായ ഒരാളെ അള്ളാഹു തആല എന്ത് ചെയ്യും? മരണപ്പെടുത്തുമ്പോഴേ എന്ത് ചെയ്യുന്നു? മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കും അവർക്ക്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ മരണപ്പെട്ടു പോവുക. മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഖബറിൽ നമ്മൾ മറ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ അത് നമുക്ക് മറ ചെയ്താൽ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ചുറ്റുവട്ടം നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു. അല്ലാഹു സബ്ബിത്ഹു ഇൻദ സുആൽ. സ്വന്തക്കാർ, ബന്ധക്കാർ, ആളുകൾ, സുഹൃത്തുക്കളൊക്കെ വട്ടം നിന്നുകൊണ്ടിരുന്നു തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല മലക്കുകളെ അയച്ചുകൊണ്ട് ആ ഖബറിലുള്ള ആളുകൾ, ആ മരിച്ച വ്യക്തിയോട് എന്ത് ചെയ്യുന്നു? അത് ജീവൻ നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചില ചോദ്യങ്ങൾ അത് നൽകപ്പെടുകയാണ്, ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവേ, ചോദ്യ സന്ദർഭത്തിൽ നിന്ന് ദൃഢത നൽകണമേ എന്ന് നമ്മളെല്ലാം വട്ടം ഖബറിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉത്തരം തോന്നിച്ചു കൊടുക്കണമേ എന്നാണ് നമ്മൾ അള്ളാഹു ജവാബ്, ഉത്തരം ചോദിച്ചു കൊടുക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? തൗഹീദോട് മരിച്ച ആളുകൾ, ഖുർആൻ അർത്ഥം വായിച്ച് പഠിച്ച്, ഹദീസുകളൊക്കെ അതിൻ്റെ തഫ്സീറൊക്കെ പഠിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങളിൽ ജീവിച്ച ആളുകൾക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന് മറുപടി പറയാനുള്ള ഓർമ്മശക്തി, ദൃഢതയും കൊടുക്കും. മനസ്സിലാണ്ട? അല്ലാഹു തആല അവർക്ക് ഓർമ്മശക്തിയും ദൃഢതയും കൊടുക്കും. അതെന്ത് വേണം? ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഹദീസുകൾ എന്ത് ചെയ്യണം? തഫ്സീറും പഠിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങൾ അനുസരിച്ച് ജീവൻ ചിട്ടപ്പെടുത്തി മരിച്ച ആളുകൾക്ക് അല്ലാഹു തആല ആ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി വരാൻ ഹൃദയങ്ങൾക്ക് ദൃഢത കൊടുക്കും. കാരണം ജീവിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ഖബറിൽ നമ്മൾ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയി പിന്നീട് ഖബർ നമ്മൾ ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഹ് വിട്ടുകൊണ്ട് ജീവിപ്പിച്ചുകൊണ്ടാണ് രണ്ട് മലക്കുകൾ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്ന ചോദ്യം? മാ റബ്ബുക. ആദ്യത്തെ ചോദ്യം ആരാണ് എൻ്റെ രക്ഷിതാവ് എന്നാണ്. അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി എന്നാണ് മറുപടി പറയേണ്ടത്. അങ്ങനെ മദീനകൾ രക്ഷിക്കണേ, മൊയ്തീശയ്ക്കെ കാക്കണേ, ഇങ്ങനെ മുത്തുനബിയെ പാമ്പുർത്തേണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റൂല. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂല. കാരണം ആർക്കേ പറയാൻ പറ്റുള്ളൂ? അല്ലാഹുവേ രക്ഷിക്കണേ, അല്ലാഹുവേ കാക്കണേ, അല്ലാഹുവേ പാമ്പുർത്തേണമേ. അള്ളാഹുവിനോട് വൈബിയുള്ള മറിഞ്ഞൽക്കുള്ള സഹായഭരണം നടത്തുന്നവർക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാഹു റബ്ബി മാ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനോട് മാത്രം രക്ഷ ചോദിക്കുന്നവരായിരിക്കട്ടെ. അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ്. മാ റബ്ബുക, രക്ഷിതാവ് ആരാവുന്നു? അല്ലാഹു റബ്ബി. ആരാണ് എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിനക്ക് മരണം വരെ കാവൽ നൽകി, നിനക്ക് അന്നപാനീയങ്ങൾ നൽകി വായു വെള്ളമൊക്കെ തന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? രക്ഷിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാഹു റബ്ബി. എങ്ങനെ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹുവിനോട് മാത്രം രക്ഷ ചോദിച്ച ആളുകൾക്ക്. നേരെ മൊയ്തീശയ്ക്കെ രക്ഷിക്കണേ, മുമ്പർത്തങ്ങളെ കാക്കണേ, മുത്തുനബിയെ പാപ്പുർത്തേണേ എന്നിങ്ങനെ രക്ഷാഭ്യർത്ഥിച്ചവർക്ക് അത് സാധിക്കൂല. ആർക്കേ സാധിക്കുള്ളൂ? അല്ലാഹു റബ്ബി, അള്ളാഹു രക്ഷിക്കണേ, അള്ളാഹു കാക്കണേ, അള്ളാഹുവെ പൂർത്തിയാക്കണേ. ഇങ്ങനെ അള്ളാഹുവിനോട് മാത്രം വൈബിയാനുള്ള സഹായപ്രവർത്തനം നടത്തിയവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ദുനിയാവിൽ നിന്നും. അള്ളാഹുവിനോട് മാത്രമായിരിക്കും രക്ഷ ചോദിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, മാൻ ദീനു, എന്താണ് ദീന്? മാ ദീനുക്ക്, എന്താണ് എൻ്റെ ദീൻ? മതം എന്തായിരുന്നു? അപ്പം എന്ത് പറയണം? ഇസ്ലാം ദീനി. അത് പറയണമെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങൾ സ്ഥിരായത്തനുസരിച്ച് മുസ്ലിം പിൻപറ്റി ജീവിച്ചവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് സാധിക്കൂല. ഉമ്മ വാപ്പാന്മാരുടെ ശരീരങ്ങളനുസരിച്ച്, പൂർവികന്മാരെ ശരീരമനുസരിച്ച് സമസ്തക്കാരെ ആളുകൾ പ്രമേയത്തിലാക്കി കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായി താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 31ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കി എന്ത് ചെയ്തു? പ്രമേയത്തിന് പിന്നാലെയാണ് അവരുള്ളത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂല. കാര്യം അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത മരിച്ചു മഹാത്മാക്കൾ സഹായം ചോദിക്കുക, വഫാത്തായ പ്രവാചകനോട് പാപം തേടുക, ഇസ്തിഗാസയാണ്, തവസ്സുലാണ്, ഹക്ക് ജാവ് ബർക്കത്ത് ആണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ആ 31ഓളം അനാചാരങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്.
മരിച്ച വീട്ടിൽ ചെന്ന് ഖുർആൻ പാരായണം ചെയ്യുക, മയ്യിത്ത് കൊണ്ടുവരുമ്പോൾ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന കൂട്ടിച്ചേർക്കുക. ഇങ്ങനെ അതിൽ നിന്ന് പഠിപ്പിക്കാത്ത പല കാര്യങ്ങൾ റസൂലുള്ളാഹിനോട് പാപം തേടുക, ശിർക്കൻ വിദ്വത്തുമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിലിരിച്ചുകൊണ്ട് അവർ ഖുർആൻ കൊണ്ട് ഹദീസോ തെളിവില്ലാതെ പൂർവികന്മാരായ വാപ്പമാർ അവർ ചെയ്തു പോന്നു എന്നുള്ള കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തു പോന്നു എന്നുള്ള ഒരു തെളിവ് മാത്രം. എന്താ കേരള മുസ്ലിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്യാത്തവരാണോ? അങ്ങനെ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് റസൂൽ പറഞ്ഞു? ഇല്ലല്ലോ. നബി സാഹിബത്തെ ഏൽപ്പിച്ച മാർഗമാണല്ലോ നമ്മളോട് പിൻപറ്റാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെൽഫിയായ നമ്മൾ, മുജാഹിദീങ്ങളായ നമ്മളെ പ്രമേയം ഖുർആൻ ഹദീസ് അനുസരിച്ച് നബി സാഹിബത്തെ ഏൽപ്പിച്ച മാർഗം അതനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതനുസരിച്ച് ജീവിക്കാനാണ് ഖുർആനിൽ പറഞ്ഞത്. അതാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചത്. അതാണ് ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധകനായി അല്ലാഹുല്ല, മറ്റൊരു ഇലാഹില്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ദൂതനാണ് എന്നാണ് നമ്മൾ എന്ത് ഷഹാദത്ത് ചൊല്ലുന്നത്. അപ്പോൾ ആ ഷഹാദത്ത് നിലനിർത്തുക, അള്ളാഹുവിനെ മാത്രം ആരാധന അർപ്പിക്കുക, രക്ഷാഭ്യർത്ഥനകളെ, പ്രാർത്ഥനകൾ, നേർച്ചകളൊക്കെ തന്നെ അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ ചെറിയ ജീവിതത്തിൽ പ്രാർത്ഥമാക്കുക. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദീനിക്കാന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാം ദീനി, അതാ ഇസ്ലാം ദീനി പറയാൻ സാധിക്കും. അല്ലാത്ത നിലക്ക് ജീവിച്ചവർക്ക് സമസ്തകാര പ്രമേയത്തിനനുസരിച്ച് വൈബിയ നിലക്ക് സായബലത്തിന അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിച്ച് നേർച്ചകളൊക്കെ അള്ളാഹു വഴിയുള്ള അർപ്പിച്ച് ജീവിച്ചവർക്ക് ഇസ്ലാം ദീനി എന്ന് പറയാൻ സാധിക്കൂല. മനസ്സിലാണ്ട? മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇൽമുക, അതിൻ്റെ വിജ്ഞാനം എന്തായിരുന്നു? അതാണ് നമ്മളെ വിഷയം മുസ്ലിമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറയണം, അവർ പറയാൻ സാധിക്കും. ആർക്ക്? പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ച് അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ച ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആളുകൾക്ക് എന്ത് പറയാൻ പറ്റും? ഖറഅതു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. വിശ്വസിക്കാൻ എന്ത് വേണം? അർത്ഥം അറിയണം. വിശ്വസിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. സ്വദ്ദഖതു ബിഹി, സത്യമാക്കി എന്ന് പറയണമെങ്കിൽ എന്ത് അറിയണം? ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് സാഹിബരെ പഠിപ്പിച്ചു കൊടുത്തു. നബി സാഹിബത്തും ഏകോപിച്ച മാർഗം നമ്മൾ ജീവിതത്തിൽ പ്രാപ്തമാക്കണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറുപടി പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാരാണ് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങളനുസരിച്ച് ഷഹാദത്ത് ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് അവൻ പറയും റസൂലുള്ളാഹ്, അത് അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറയും. അതോടുകൂടി ആ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി സ്വർഗത്തിൽ നിന്ന് അവനക്ക് ഒരു വിരിപ്പ് കൊണ്ടുവന്ന് കൊടുക്കും, ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കും, സ്വർഗത്തിൽ വാതിൽ തുറന്നു വെച്ചു കൊടുക്കും. ആ സന്തോഷത്തോടു കൂടി ഖിയാമത്ത് നാൾ വരെ അവനെന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഖബറിൽ കഴിച്ചു കൂട്ടാൻ സാധിക്കും. അതിനെന്ത് വേണം? നമ്മളൊക്കെ എന്ത് വേണം? ഇവിടുന്ന് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പഠിച്ചു പോകണം. ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കണം. അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളും വായിച്ച് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ. അത് പഠിക്കാത്ത ആളുകൾക്ക് സ്ഥിതിയും എന്ത് ചെയ്യുന്നത്? മറ്റേ ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. മരണം മുതൽ എന്ത് ചെയ്യുന്നു? ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ ജീവിതത്തിൽ പ്രാർത്ഥിമാക്കാതെ ജീവിച്ചുപോയ ആളുകൾ, ശരിക്കും വിദഅത്തൊക്കെ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് മരണമാസന്നമായ സമയത്ത് കഠോരമായ സ്വാഭാവികളെ മലക്കൾ വന്ന് നാനാഭാവങ്ങൾ അടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടാണ് റൂഹിനെ പിടിച്ചെടുക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? ഖബറിൽ വീണ്ടും അവനും ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ചോദിച്ച സമയത്ത് അവനോട് ചോദിക്കുകയാണ്, മാ റബ്ബുക. അപ്പോൾ ലാ അദ്രി എന്നാണ് പറയുന്നത്. കാരണം അവന് അള്ളാഹുവിനോട് മാത്രം രക്ഷാഭ്യരിച്ച ആളായിരുന്നില്ല. അള്ളാഹുവിനോട് രക്ഷാഭ്യരിച്ചു, അതുപോലെ മരിച്ചുപോയ മഹാന്മാരോട്, ബിംബങ്ങളോട് അതൊക്കെ രക്ഷാഭ്യരിച്ച ആളായിരുന്നു. അപ്പോൾ എന്ന് പറയും. അവന് മറുപടി പറയാൻ സാധിക്കുമല്ലോ. ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം മാ ദീനുക എന്ന് പറഞ്ഞപ്പോഴോ അതിനും അവന് എന്നാ പറയുന്നത്. മറുപടി പറയാൻ സാധിക്കില്ല. ലാ അദ്രി, എനിക്കറിയില്ല. കാരണം എന്താ? അവന് പൂർവികന വാപ്പാപ്പന്മാർ സമസ്ത പ്രമേയം പോലുള്ള പ്രമേയങ്ങൾ പിന്നാലെ നിന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു. പൊതുവെ റാത്തീബ്, ഹദ്ദാദ്, കുത്തുവയ്ത്തുകൾ നബി സ്വഹാബത്തിന് പഠിപ്പിച്ച് തരാത്ത ശിർക്കും വിദഅത്തുമായ കാര്യങ്ങൾ ചെയ്തവരാണ് അവർ.
അല്ലെങ്കിൽ ഇസ്ലാമിക്ക് വന്നിട്ടില്ല കാഫിരീങ്ങൾ, അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല. വരാത്ത കാഫിരീങ്ങളുണ്ടല്ലോ, എത്രയോ കാഫിരീകൾ, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, മറുപടി പറയാൻ സാധിക്കൂല. അവർ നിങ്ങൾ ഹാ ഹാ എന്നാണ് അവർ മറുപടി ലാദ്രി എന്ന് പറയുന്നു. അപ്പോൾ മാ റബ്ബുക്ക എന്ന് ചോദിച്ച് മറുപടിയില്ല, മാ ദീനുക്ക എന്ന് മറുപടിയില്ല. പിന്നീടോ മാ ഇൽമുക്ക അറിവെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹാ 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 എന്ന് പറയും, ലാദ്രി അലാദ്രി എന്ന് പറയുന്നു. അപ്പോഴും എന്താ മറുപടി ഇല്ല. പിന്നീടോ നബിസ്വലാസ്മയെ കാണിച്ചു കൊടുക്കും ധാരാന്ന്, അപ്പോഴും ഹാ 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 ലാദ്രി എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പോഴെന്ത് ചെയ്തു, നരകത്തിൽ നിന്നും അവന് ഒരു വാതിൽ തുറന്നു കൊടുക്കും, അതേപോലെ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കും, ചൂടായ വസ്ത്രം. അതേപോലെ തന്നെ നരകത്തിന് വാതിൽ തുറന്നു കൊടുക്കും. ഭയാനകരമായ ഒരു അവസ്ഥയാണ് അവൻ്റെ മുമ്പിലുണ്ടാവുക. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യുന്നു, ആ ഖബറിൽ ആ ഭയാനകരമായ അവസ്ഥ, നരകം കണ്ടുകൊണ്ട് കിടക്കേണ്ട അവസ്ഥയാണ് അവനക്ക് ഉണ്ടാവുക. അതോടുകൂടി എന്ത് ചെയ്യുന്നു, അതോടുകൂടി ഖിയാമത്ത് നാളോടുകൂടി അവൻ നരകത്തിൽ പ്രവേശിക്കുകയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇതൊക്കെ ഹദീസ് കൂടി വന്ന കാര്യങ്ങളാണ്. സ്വഹീഹ് ഹദീസ് കൂടി വന്ന വ്യത്യസ്ത ഹദീസ് കൂടി വന്ന കാര്യങ്ങളാണ്. നമ്മളെന്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നരകത്തിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക. അതിന് തഫ്സീറായ നബി ഹദീസും പഠിക്കുക. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അത് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഖബർ നമ്മൾ വഫാത്തായതിനു ശേഷം ആരെങ്കിലും ചോദ്യത്തിന് ഉത്തരമായി സമസ്തക്കാരെന്ത് ചെയ്യുന്നത്, തർക്കീൻ ചൊല്ലിക്കൊടുക്കാറുണ്ട്. ഖബറിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന മലക്കുകൾ വരും, ഇങ്ങനെയൊക്കെ ചോദിക്കുവാൻ ഉത്തരം പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ചൊല്ലിക്കൊടുത്താലോ, അല്ലെങ്കിൽ കടലാസിൽ ഉത്തരം എഴുതിക്കാണ്ട് ആ കബമ്പടയിൽ വെച്ചാലോ ഒന്നും ഇതല്ല, മറുപടി പറയാൻ സാധിക്കൂല. നമുക്ക് എങ്ങനെ മറുപടി പറയാൻ സാധിക്കുക? നമ്മൾ മരിക്കുന്നതിന് മുമ്പേ ഖുർആൻ അർത്ഥത്തോട് വീണ്ടും വായിച്ച് പഠിക്കുക. അത് സാധിക്കും. അതിനുള്ള എല്ലാ സൗകര്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് തഫ്സീറായ അത്ര തന്നെ ഖുർആൻ്റെ അത്ര തന്നെ സഹീഹ് ഹദീസുകളുണ്ട്. അത് രണ്ടും ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും എന്നും അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, നമ്മൾ വായിച്ച് പഠിക്കണം, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. അക്കാര്യമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്നാമത്തെ കാര്യം വായിച്ച് പഠിക്കാനാണ് അല്ലാഹു തആല നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിങ്ങൾ ശ്രദ്ധിച്ച നാമം റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിച്ച് പഠിക്കുക. ആ കൽപ്പന നമ്മൾ ജീവിതത്തിൽ പാർത്ഥമാക്കണം. കാരണം നാളെ ഖബറിൽ ചോദിക്കുമ്പോൾ മാൽമുക്ക എന്ന അറിവെന്തായിരുന്നു ചോദിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖതു ബിഹി നമ്മൾ പറയണമെങ്കിൽ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ഞാൻ വിശ്വസിച്ചു, സത്യമാക്കി എന്ന് പറയണമെങ്കിൽ വിശ്വസിക്കുന്ന അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. സത്യമാക്കണമെങ്കിൽ നബിയുടെ ചര്യകൾ പഠിച്ചറിയണം, നബിയെ പിൻപറ്റി ജീവിക്കണം. അങ്ങനെ മറുപടി പറഞ്ഞ് സ്വർഗത്തിലുള്ള കവാടം തുറക്കപ്പെട്ട് സ്വർഗത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഖബറിൽ കഴിഞ്ഞുകൂടുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم، أنت المستعان عليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. رب زدنا علما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.